കരയിലും വെള്ളത്തിലും ആവേശമാണ്. തൃശ്ശൂരിൽ ഇന്ന് പുലികളി. 5 സംഘങ്ങളായാണ് പുലികളിയിൽ പങ്കെടുക്കുന്നത്. വിയ്യൂർ, കനാട്ടുകര, അയ്യന്തോൾ, പൂങ്കുന്നം, ശക്തൻ ദേശങ്ങളുടെ മെയ്യെഴുത്ത് അവസാന ഘട്ടത്തിലാണ്. 5 മണിയോടെ പുലികൾ സ്വരാജ് ഗ്രൗണ്ടിലെത്തും. പ്രസാദ് ബഷീറിന്റെ റിപ്പോർട്ട്. പുലിക്കളിക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അയ്യന്തോളിലാണ്. ഇവിടെ ഏറെക്കുറെ പുലിയുടെ അതിന്റെ മെയ്യെഴുത്ത് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് പുലികളെല്ലാം തന്നെ സ്വരാജ് റൌണ്ടിലേക്ക് കടക്കുക. അതിന്റെ ഒരു യഥാക്രമം എന്ന് പറയുന്നത് ആദ്യം പൂങ്കുന്നമാണ് 5 മണിക്ക് നടുവിനാലിലേക്ക് കടന്നത്. പിന്നീട് ശക്തൻ, കാനാട്ടുകര, അയ്യന്തോൾ, ഏറ്റവും ഒടുവിൽ വിയ്യൂർ. ഈ 5 ദേശങ്ങളിൽ നിന്നുമായി 200ഓളം പുലികൾ ഇത്തവണ സ്വരാജ് റൌണ്ടിലേക്ക് കയറും എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ 2 വർഷമായി ഇത്തരം പുലിക്കളികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഓൺലൈനിലായിരുന്നു ഈ ചടങ്ങുകളെല്ലാം തന്നെ നടന്നത്. നിരവധി ആളുകൾ ഇത്തവണ പുലിക്കളി കാണാൻ വേണ്ടി എത്തും എന്നുള്ളൊരു പ്രതീക്ഷ കോർപ്പറേഷനും അതോടൊപ്പം തന്നെ അധികൃതരും പങ്കുവെക്കുന്നുണ്ട്. ആളുകൾ ഈ പുലിവേഷം ഇവരുടെ മെയ്യെഴുത്ത് കാണുന്നതിന് വേണ്ടി വിവിധ ദേശങ്ങളിലായും വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ആളുകൾ എത്തുന്നുണ്ട്. എവിടുന്നാണ് വരുന്നത്? ഇവിടെ തന്നെ അതെ. ഈ കുറെ 2 വർഷത്തോളമായിട്ട് പുലിക്കളി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ എന്താണ് പറയാനുള്ളത്? ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, കാണണം. അവനെ കാണിക്കാനായിട്ടാണ്. അവന്റെ ഫസ്റ്റ് സ്നേഹ. അല്ല, ഇത് പുതൂർക്കരയിലുള്ളപ്പോ അവിടേക്ക് പോവാറുണ്ടായിരുന്നു. അങ്ങോട്ട് വന്നു. ഇല്ല ഇല്ല, അപ്പൊ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഹാപ്പി ആയിട്ട് കാണണോ, ഉണ്ണീനെ കാണിച്ചു കൊടുക്കണോ. ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി പുലികൾ. ചേട്ടാ ഒരു മിനിറ്റ്, എന്താ പേരെന്താ? എന്റെ പേര് മണി. എത്ര കാലമായിട്ട് പുലിവേഷം കിട്ടുന്നതാ? ഇപ്പൊ 2 കൊല്ലമായി ഇവിടെ. 2 വർഷമായിട്ട് പുലിവേഷം കിട്ടുന്നതാ. ചേട്ടന്റെ പേരാ? സന്തോഷ്. ഇനിയിപ്പോ ഇതിനകത്ത് വരയ്ക്കലുണ്ടോ? അതോ കഴിഞ്ഞോ? വരയ്ക്കാണ്ട്, ഇനി വരയ്ക്കാണ്ട്. ഇനി വരയ്ക്കാനുണ്ട്. അത് ഇനി ഒരു ഇതൊന്ന് ഉണങ്ങിയിട്ട് ഞാൻ വരയ്ക്കും വീണ്ടും. എപ്പോ തുടങ്ങിയതാ ഇത്? ഇത് കാലത്ത് 5 മണിക്ക്. 5 മണിക്കാണ് ചേട്ടൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഏറെക്കുറെ ഒരു 3 മണിയോടുകൂടിയാണ് ഇത് പൂർത്തിയാവുക. ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ 5 മണിയോടുകൂടി തുടങ്ങിയതാണ് ഈ മെയ്യെഴുത്ത് എന്ന് പറയുന്നത്. അത് ഏറെക്കുറെ 3 മണിയോടുകൂടി പൂർത്തിയാകും. പിന്നീട് ഈ പുലിവേഷം കെട്ടിയ ആളുകൾ, അതോടൊപ്പം നിശ്ചല ദൃശ്യങ്ങൾ, ഓരോ ദേശത്തിന്റെയും നിശ്ചല ദൃശ്യങ്ങളും ഇതോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. ഇത്തവണ എടുത്തു പറയേണ്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് 50 പുലികളാണ് പല ദേശങ്ങളിലും ഉണ്ടാകുന്നത്. പക്ഷേ ഇത്തവണ എല്ലാ ദേശങ്ങൾക്കും 50 പുലികൾ തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അയ്യന്തോള് 50 പുലികളുണ്ട്. പക്ഷേ ചില ദേശങ്ങളൊന്നും തന്നെ 50 പുലികളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആളുകൾ, ഈ പുലികളുടെ കുറവുണ്ടെങ്കിൽ പോലും ആളുകൾ വലിയ ആവേശത്തിലാണ്. പുലി കളിക്കുന്നവരും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്നവരും. കൃത്യം 5 മണിയോടുകൂടി തന്നെ സ്വരാജ് റൌണ്ടിലേക്ക് ഈ പുലികളെല്ലാം തന്നെ എത്തും. ആറന്മുള വള്ളംകളി അല്പസമയത്തിനകം നടക്കും. 49 പള്ളിയോടങ്ങളിലാണ് നടക്കുന്ന ജലഘോഷയാത്രയും തുടർന്ന് മത്സര വള്ളംകളിയും നടക്കും. ജി ശ്രീത്താണ് ചേരുന്നത്. ശ്രീത, വലിയ ആവേശമാണ് ഈ 2 വർഷത്തിന് ശേഷം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നടക്കുന്ന ഈ ജലോത്സവത്തിന്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, തീർച്ചയായും ആറന്മുള വഞ്ചിപ്പാട്ടിന്റെ ഒരു ലഹരിയിൽ തന്നെയാണ്. തൊട്ടടുത്ത് നമുക്ക് ഈ ആറന്മുളയുടെ ഒരു നെട്ടയം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജലഘോഷയാത്രയ്ക്കായുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഈ പമ്പയാറിൽ ഏതാണ്ട് നിറയെ വള്ളങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 49 പള്ളിയോടങ്ങളാണ് ഇവിടെയുള്ളത്. ഈ പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്ര ആദ്യം നടക്കും. അതിനുശേഷമാണ് മത്സര വള്ളംകളി ആരംഭിക്കുക. 9 ഹീറ്റ്സുകളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വള്ളംകളിയിൽ ആദ്യ ഘട്ട ഹീറ്റ്സ് തല മത്സരത്തിൽ ഒരു വേഗതയ്ക്കല്ല പ്രാധാന്യം. ഏറ്റവും മനോഹരമായി തുഴയുക, വഞ്ചിപ്പാട്ടിനനുസരിച്ച് തുഴയുക. ആ ഹീറ്റ്സ് ഏറ്റവും നന്നായി തുഴഞ്ഞു വന്ന ഹീറ്റ്സിലുള്ളവരാണ് ഫൈനലിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ ഫൈനലിൽ എത്തുമ്പോൾ അവിടെ വേഗതയ്ക്ക് തന്നെയാണ്, ഏറ്റവും ഒന്നാമതെത്തുന്ന വള്ളത്തിന് തന്നെയായിരിക്കും 1ാം സ്ഥാനം ഉണ്ടാകുക എന്നതാണ് പ്രത്യേകത. എ ബാച്ച്, ബി ബാച്ച്, അങ്ങനെ 2 ബാച്ചുകളിലായാണ് വള്ളങ്ങൾ ഉള്ളത്. 35 വള്ളങ്ങളാണ് എ ബാച്ച്, അതായത് ഏറ്റവും വലിയ പള്ളിയോടങ്ങൾ എന്ന നിലയിലാണ് എ ബാച്ച് പള്ളിയോടങ്ങളെ അറിയപ്പെടുന്നത്. എന്തായാലും ഇവിടെ ഗാലറിയിൽ വിശിഷ്ടാതിഥികളെല്ലാം എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാരൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റ് പ്രാദേശികമായി ഇവിടെയുള്ള നേതാക്കളൊക്കെ എത്തി, MLA-മാരൊക്കെ എത്തി ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. നിലവിളക്ക് കൊളുത്തി ആണ് ഇതിന്റെ ഒരു ഉദ്ഘാടനം. തുടർന്ന് ജലഘോഷയാത്രയ്ക്ക് ആന്റണി MP ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ജലഘോഷയാത്ര, ഈ വള്ളംകളിയുടെ ഭാഗമായുള്ള വള്ളംകളിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ജലഘോഷയാത്ര ആരംഭിക്കും. തീർച്ചയായും ശ്രീത, ഇത് പാരമ്പര്യം ഒരു ഭാഗത്തുണ്ട്, ആചാരമുണ്ട്, മത്സരമുണ്ട്, കൂടാതെ ഒരു മനുഷ്യനെ വല്ലാത്ത രീതിയിൽ ആവേശത്തിലാക്കുന്ന ഒരു ഈണവുമുണ്ട്. എങ്ങനെയാണ് ഈ വന്നവർ
ആഘോഷമാക്കി മാറ്റാൻ എത്തിയവർ അവരുടെയൊക്കെ പ്രതികരണം ആവേശവും എങ്ങനെയാണ്? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ആറന്മുളയെ സംബന്ധിച്ച് ഉള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു വള്ളംകളിയുടെ താളവും ഈണവും ഒക്കെ ഈ ആറന്മുളക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് അവരോട് ചോദിക്കാം. മുൻ MLA കൂടിയായ മാലയത്ത് സരളാദേവി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വീണ്ടും ഒരു വള്ളംകളി തുടങ്ങുകയാണ്, എന്താണ് മനസ്സിൽ തോന്നുന്നത്? വള്ളംകളി ഭഗവാൻ പാർത്ഥസാരഥിക്ക് സമർപ്പണമാണ്. മറ്റെല്ലാ സ്ഥലത്തും വള്ളംകളി ഉണ്ടെങ്കിലും വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇവിടെ പള്ളി ഓടങ്ങളാണ്. ഓരോ വള്ളത്തിലും പാർത്ഥസാരഥി ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ആറന്മുള ഉത്രട്ടാ ജലമേളയിൽ പങ്കെടുക്കുന്നത് പള്ളി ഓടങ്ങളാണ്. ഭക്തിയുടെയും സ്നേഹത്തിന്റെയും മാനവ മൈത്രിയുടെയും പ്രതീകമാണ് ആറന്മുള വള്ളംകളി. അതാണ് ഈ വള്ളംകളി മറ്റെല്ലാ വള്ളംകളിയേക്കാളും ലോകത്തിൽ ഇത് ഭക്തിമയത്തോടുകൂടി അന്തരാത്മാവിന്റെ പ്രബുദ്ധതയായിട്ടാണ് ഇതിനെ മനുഷ്യൻ കാണുന്നത്. കുമ്മനം രാജശേഖരൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. രാജേട്ട, എത്രത്തോളം ആവേശമുണ്ട് ഇത്തവണ ഒരു വള്ളംകളി 2 കൊല്ലത്തിന് ശേഷം വരികയാണ്? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവമാണ്, ആനന്ദോത്സവമാണ്. അവരുടെ ഹൃദയവികാരങ്ങൾ, ഹൃദയത്തുടിപ്പ് ഇന്ന് ഒരു സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ ഉജ്ജ്വലമായ നിമിഷങ്ങളിലേക്ക് ലയിച്ചു ചേരുകയാണ്. പമ്പാ നദിയുടെ പുളിനങ്ങൾ ഒരു വലിയ സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ കുഞ്ഞോളങ്ങളായി മാറുകയാണ്. ജനസമൂഹം ഒന്നാകെ ആനന്ദിക്കുന്ന വലിയ ഒരു മഹോത്സവമായി, ജനകീയോത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അനന്തഗോപൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആറന്മുള വീണ്ടും ഒരു ആവേശത്തിലേക്ക് എത്തുകയാണ്. എത്രത്തോളം ആവേശമുണ്ട് നമുക്ക് ആറന്മുളക്കാരെ സംബന്ധിച്ച്? കഴിഞ്ഞ 2 വർഷക്കാലമായി എല്ലാ വള്ളങ്ങളുമായി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കഴിഞ്ഞകാല ആറന്മുള ജലോത്സവത്തിന്റെ അതേ പ്രൗഢിയോടുകൂടി 2 വർഷക്കാലം നമുക്ക് നടത്താൻ കഴിയാതെ പോയി. എന്നാൽ ഇന്നിപ്പോ നമുക്ക് ലഭിച്ച അനുകൂലമായ പരിസ്ഥിതി പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ടുള്ള ജലോത്സവ മേളയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ ഈ ജലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടക്കുന്ന മറ്റ് ജലോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണിത്. ഈ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾ, അതിൽ തുഴച്ചിൽക്കാരായി എത്തുന്നവർ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതകളുണ്ട് എന്നതാണ് ആറന്മുള ജലോത്സവത്തിന്റെ ഒരു ആകർഷണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്രാവശ്യം വളരെ ആവേശത്തോടുകൂടി മുഴുവൻ കരക്കാരും, 52 കരക്കാരാണുള്ളത്. അതിൽ 49 കരക്കാരും 3 വള്ളങ്ങൾ പങ്കെടുക്കുന്നില്ല. ആ 3 വള്ളങ്ങൾ പങ്കെടുക്കാതിരിക്കുന്നത് അവിടെ പുനർനിർമ്മാണം നടക്കുന്നതുകൊണ്ടാണ്. 49 വള്ളങ്ങളാണ് ഇന്നിപ്പോ ഇവിടെ പങ്കെടുക്കാൻ പോകുന്നത്. പക്ഷേ ഈ ജലോത്സവം നടക്കുമ്പോൾ ഒരു ദുഃഖകരമായ കാര്യം, ചെന്നിത്തല പള്ളിയോടവുമായി ബന്ധപ്പെട്ട് അതിനുണ്ടായ അപകടത്തിൽ 3 തുഴക്കാർ നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നത് തീർച്ചയായിട്ടും ഈ ജലോത്സവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായ കാര്യമാണ്. എന്നിരുന്നാലും വളരെ ആവേശത്തോട് മറ്റൊരു കാര്യം കൂടി, ഇന്ന് ദേശീയ ദുഃഖാടനത്തിൻ്റെ ദിവസം കൂടിയാണ്. എന്നിരുന്നാലും ജനങ്ങളുടെ പങ്കാളിത്തത്തിന് യാതൊരു കുറവുമില്ല. അതുപോലെ തന്നെ എല്ലാ പള്ളിയോടങ്ങളും കൃത്യമായി തന്നെ എത്തി അതിൻ്റെ എല്ലാ ആവേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജലമേളയായി ആറന്മുള ജലോത്സവം മാറാൻ പോവുകയാണ്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പ്രതികരിച്ചത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായും ഗോപി, ഈ നദിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രമമനുസരിച്ച പള്ളിയോടങ്ങളെ ഇവിടെ ജലഘോഷയാത്രയ്ക്കായി ഒരുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണുള്ളത്. ഏതാണ്ട് 1 മണിക്ക് ഈ ജലഘോഷയാത്ര ആരംഭിക്കാനുള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയ വൈകൽ മാത്രമാണുള്ളത്. ഏതായാലും ഉടൻ തന്നെ ഇതിന്റെ ഒരു ജലഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ഉണ്ടാകും. ഒപ്പം തന്നെ ഭക്തിയുടെയൊക്കെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭദ്രദീപം കൊളുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ഘോഷയാത്ര ആരംഭിക്കുക. വള്ളംകളിക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ തുടക്കമാകും. ഗോപി, ശരി ശരി. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് കേരളത്തിൽ വൻ വരവേൽപ്പ്. പാറശാലയിൽ നിന്നും രാവിലെ ആരംഭിച്ച പദയാത്ര കേരളത്തിലെ ആദ്യ ദിനം നേമത്ത് അവസാനിപ്പിക്കും. കാമരാജ് പ്രതിമയിൽ പുഷ്പാർച്ചനയോടെ തുടക്കം. സ്വീകരിക്കാനായി കാത്തുനിന്ന കേരള നേതാക്കളെ കണ്ട ശേഷം പദയാത്രയുടെ മുൻനിരയിലേക്ക്. രാഹുൽ ഗാന്ധിക്കൊപ്പം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം അണിനിരന്നു. 7:30 പാറശാലയിൽ നിന്നും ഭാരത് ജോഡോ യാത്രയുടെ കേരളത്തിലെ ആദ്യ ദിനം ആരംഭിച്ചു. തന്നെ കാണാനായി അണിനിരുന്നവരെയെല്ലാം കൈവീശി മുന്നിൽ രാഹുൽ. സ്ഥിരം പദയാത്രികർക്ക് പുറമെ സംസ്ഥാനത്തു നിന്നുള്ള പ്രവർത്തകരും യാത്രയ്ക്ക് അണിചേർന്നു. പ്രവർത്തകരുടെ തള്ളിക്കയറ്റം പലപ്പോഴും സുരക്ഷ ഒരുക്കാൻ പാടുപെട്ടു.
13 കിലോമീറ്റർ പിന്നിട്ട് നെയ്യാറ്റിൻകരയിലെത്തിയ ശേഷം ഭക്ഷണവും വിശ്രമവും. സംസ്ഥാനത്തെ ആദ്യ ദിവസത്തെ പര്യടനം തിരുവനന്തപുരം നഗരമേഖലയായ നേമത്ത് അവസാനിക്കും. 19 ദിവസമാണ് കേരളത്തിൽ ഭാരത് ജോഡോ യാത്ര പര്യടനം നടത്തുക. രഥയാത്ര കേരളത്തിലേക്ക് കടന്ന ആദ്യ ദിവസം തന്നെ വലിയ ആവേശ കാഴ്ചകൾ ഒരുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ തലത്തിൽ BJPക്കെതിരായ മുദ്രാവാക്യമാണ് മുഴങ്ങുന്നതെങ്കിലും സംസ്ഥാനത്ത് ഭരണത്തിനെതിരായ വികാരവും പൊതുവിൽ യാത്രയിൽ ഉയർന്നു വരുന്നുണ്ട്. രഥയാത്രയിൽ നിന്നും ക്യാമറമാൻ മുരളിക്കൊപ്പം TG സജിത്. BJPയുടേത് വില കുറഞ്ഞ രാഷ്ട്രീയമെന്ന ജയറാം രമേശ്. രാഹുൽ ഗാന്ധിയുടെ വസത്തെക്കുറിച്ച് പറഞ്ഞവർ നാളെ അടിവസ്ത്രത്തെക്കുറിച്ചും പറയും. ജോഡോ യാത്ര മൻ കി ബാത്തിലുള്ള യാത്രയല്ല. വിഴിഞ്ഞം സിൽവർ ലൈൻ സമരസമിതി നേതാക്കളെ രാഹുൽ നാളെ കാണുമെന്നും ജയറാം രമേശ് പറഞ്ഞു. കേരളത്തിലെ CPM-ഉം ദേശീയ തലത്തിലെ CPM-ഉം രണ്ടാണെന്ന് KC വേണുഗോപാൽ. ഇവിടുത്തെ CPM-ന് BJPയുടെ അതേ രൂപമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അട്ടപ്പാടി ഷോളയൂരിൽ തെരുവ് നായ കടിച്ച 3 വയസ്സുകാരൻ ചികിത്സയിൽ. സ്വർണ്ണ പിരിവ് ഊരിലെ 3 വയസ്സുകാരനാണ് കടിയേറ്റത്. നായയുടെ ആക്രമണത്തിൽ മുഖത്തടക്കം പരിക്കേറ്റു. തിരുവോണനാളിൽ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് നായ ആക്രമിച്ചത്. കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി. കണ്ണൂർ തളിപ്പറമ്പിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമെന്ന് കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട കുട്ടിയുടെ പിതാവ് മൻസൂർ. മൻസൂറിന്റെ മകൻ ഷാബാസിനെയും കൂട്ടുകാരനെയും തിരുവോണ ദിവസം തെരുവ് നായ്ക്കൂട്ടം ആക്രമിക്കാനായി പാഞ്ഞടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മുടി വെട്ടുന്നതിനാൽ തൊട്ടടുത്ത കടയിലേക്ക് പോകുമ്പോഴാണ് +2 വിദ്യാർത്ഥികളെ തെരുവ് നായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഞങ്ങൾ ഇവിടുത്തെ അവസ്ഥ വളരെ ഭീകരമാണ്. ഇപ്പോൾ പുറത്തിറങ്ങാറും പറ്റുന്നില്ല. ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ മോനും കൂട്ടുകാരനും കഴിഞ്ഞ ദിവസം തിരുവോണ ദിവസം മുടി മുറിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയാണ്. അങ്ങോട്ട് ടൗണിൽ കുറച്ചപ്പത്തും നായി കൂട്ടമായി ആക്രമിച്ചു. ഈ ഗേറ്റ് തുറന്നിട്ടുള്ളതുകൊണ്ട് മാത്രമേ അവർ രക്ഷപ്പെട്ടത്. അതിൽ തൊട്ടപ്പുറത്തെ എൻ്റെ വീട്ടിലെ ആൾക്കാർ അവരും അങ്ങനെയാണ് വീണ് ഇവിടെ വരുമ്പോൾ തന്നെ അന്ന് നായി ഓടിച്ച് വീണ് റോട്ടിൽ വീണ് മുട്ടെല്ലാം പൊട്ടി മുട്ടിൻ്റെ ചിരട്ടയെല്ലാം കളിക്കും. നല്ല ചികിത്സ കൊടുക്കേണ്ടി വന്നു ഇവർക്ക്. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങി ഗേറ്റ് തുറക്കണം. ആദ്യം കല്ലെടുത്തിട്ടാണ് ഗേറ്റ് തുറക്കേണ്ടി വരുന്നത്. കല്ല് ഇവിടെ പറക്കി ഒരു ചാക്കിൽ പറക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ അവസ്ഥയാണ്. തെരുവുനായ ശല്യത്തിൽ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. നാളത്തെ ഉന്നതതല യോഗത്തിൽ പദ്ധതിക്ക് രൂപം നൽകും. പ്രതിരോധ നടപടികൾക്ക് കേന്ദ്ര നിയമത്തിന്റെ പരിധി ബാധകമാണ്. വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. വന്ധ്യംകരണം തടസ്സപ്പെട്ടത് കോടതി ഉത്തരവ് വന്നതിനാലാണെന്നും മന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം സമരത്തിൽ നിലപാട് ഘടിപ്പിച്ച ലത്തീൻ അതിരൂപത. മൂലമ്പിള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന സമരജാഥയ്ക്ക് പിന്തുണ തേടി പള്ളികളിൽ സർക്കുലർ വായിച്ചു. ബഹുജന സമരത്തിന് വിവിധ സംഘടനകളെയും ജനങ്ങളെയും പങ്കാളികളാക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖ കവാടത്തിന് മുന്നിൽ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം 27ാം ദിവസവും വൈദികരുടെ നിരാഹാര സമരം 7ാം ദിവസവും തുടരുകയാണ്. ഈ മാസം 14-നാണ് വിഴിഞ്ഞ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരജാഥ മൂലമ്പിള്ളിയിൽ നിന്ന് ആരംഭിക്കുന്നത്. സമരജാഥയ്ക്ക് ഐക്യദാർഢ്യം തേടിയാണ് പള്ളികളിൽ സർക്കുലർ വായിച്ചത്. ബഹുജന സമരത്തിന് വിവിധ സംഘടനകളെയും ജനങ്ങളെയും പങ്കാളികളാക്കണം. ഇതിനായി ഇടവകകളും ഫെറോന സമരസമിതികളും മുൻകൈയെടുക്കണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ഇടവകളിൽ നിന്നും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന എല്ലാ സംഘടനകളുടെയും മനുഷ്യസ്നേഹികളെയും സംഘടിപ്പിക്കാനും ഈ ബഹുജന കൂട്ടായ്മയിൽ പങ്കാളികളാക്കാനും നിങ്ങൾ ഓരോരുത്തരും ഇടവക ഫെറോന സമരസമിതികളും മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നലെ വിഴിഞ്ഞ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചി, ആലപ്പുഴ അതിരൂപതകളുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തിരുന്നു. തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് സാമൂഹ്യ ആഘാത പഠനം നടത്തുന്നവരെ ബഹുജന സമരവുമായി മുന്നോട്ടു പോകാനാണ് ലത്തീൻ സഭയുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. അച്ചൻകോവിലാറ്റിൽ ചെന്നിത്തല പള്ളിയോടം മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചെന്നിത്തല സ്വദേശി രാകേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നേവിയും ഫയർഫോഴ്സും നടത്തിയ സംയുക്ത തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3 ജില്ലാ കലക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ചെങ്ങന്നൂർ RDOയ്ക്കാണ് അന്വേഷണ ചുമതല. 7 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഡിണ്ടിഗലിലെ വാഹനാപകടത്തിൽ ഒരു മരണം കൂടി. മധുര മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 9 വയസ്സുകാരനായ സിദ്ധാർത്ഥാണ് മരിച്ചത്. ഇതോടെ വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4. മരിച്ച മറ്റ് 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് പുത്തൻകോട്ട ശ്മശാനത്തിൽ നടക്കും. വാഹനാപകടത്തിൽ പരിക്കേറ്റ മറ്റുള്ളവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പള്ളി ക്ഷേത്ര ദർശനത്തിനായി പോയതിനിടയിലാണ് ഡിണ്ടിഗലിൽ വെച്ച് ഇവർ അപകടത്തിൽപ്പെട്ടത്. നെയ്യാർ ഡാമിൽ യുവാവിനെ കാണാതായി. സ്വകാര്യ ആശ്രമത്തിൽ യോഗ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ആലപ്പുഴ സ്വദേശി മോബിൻ മോനച്ചനെയാണ് കാണാതായത്. യുവാവിനായി തെരച്ചിൽ തുടരുകയാണ്. മൂകാംബയിൽ ദർശനത്തിനെത്തിയ സ്ത്രീ ഒഴുക്കിൽപ്പെട്ടു. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി മുരുകന്റെ ഭാര്യ സന്ധ്യയാണ് ഒഴുക്കിൽപ്പെട്ടത്. സൗപർണികയിൽ കുളിക്കുന്നതിനിടയിലാണ് അപകടം. യുവതിക്കായി തെരച്ചിൽ തുടരുന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ഒഴുക്കിൽപ്പെട്ട മകനെ രക്ഷിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്.
പ്രണയം ഇപ്പോൾ ഡേഞ്ചർ അല്ലെങ്കിൽ വഞ്ചന എന്ന നിലയിലേക്ക് മാറിയെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. പ്രണയം തെറ്റല്ല, പ്രണയത്തിന്റെ പേരിൽ ലഹരിവലയിൽ വീണ പെൺകുട്ടികളുടെ നിലവിളി നൽകുന്ന സന്ദേശം നല്ലതല്ല. ഭരിക്കുന്ന പാർട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ പങ്കില്ല. ചട്ടമ്പിസ്വാമിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ദർശനങ്ങൾ ഉൾക്കൊണ്ട് സഞ്ചരിക്കുന്നവർക്ക് ഗുണപരമായ ജീവിതത്തെ സമീപിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എലിസബത്ത് രാജ്ഞിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസം ദുഃഖാചരണം. സർക്കാർ മന്ദിരങ്ങളിലും മറ്റ് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക പരിപാടികളൊന്നും ഉണ്ടാവില്ല. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ രാജകുടുംബത്തിന് അനുശോചന സന്ദേശം അയച്ചിരുന്നു. പത്തനംതിട്ടയിൽ ഓട്ടോറിക്ഷ യാത്രക്കാർക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം. ആങ്ങമൂടി റോഡിലാണ് സംഭവം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃശൂർ പാലപ്പള്ളി ഏലിക്കോട് കുങ്കിയാനകൾ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്തുന്നു. ഒരു കൂട്ടം ആനകളെ വനത്തിലേക്ക് കയറ്റി. കാഞ്ഞിരമുക്ക് തോട്ടം മേഖലയിലൂടെയാണ് കാട്ടാനകളെ കാട്ടിലേക്ക് കയറ്റിയത്. ദൗത്യം തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. വയനാട്ടിൽ പ്രതിരോധ കിടങ്ങിൽ വീണ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി. വയനാട് വന്യജീവി സങ്കേതത്തിൽ കുറിച്യാട് റേഞ്ചിൽപ്പെടുന്ന സ്ഥലത്താണ് 2.5 മാസം പ്രായം വരുന്ന ആനക്കുട്ടി കിടങ്ങിൽ അകപ്പെട്ടത്. കൂട്ടം തെറ്റി കിടങ്ങിൽ വീണതാണെന്നാണ് കരുതുന്നത്. ഡൽഹി സർക്കാരിനെതിരെ വീണ്ടും ലഫ്റ്റനന്റ് ഗവർണർ. 1000 ലോ ഫ്ലോർ ബസ് വാങ്ങിയതിലെ അഴിമതിയെ എന്ന ആരോപണമാണ് CBI അന്വേഷിക്കുക. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. മദ്യനയ അഴിമതി കേസിൽ CBI അന്വേഷണത്തിന് നേരത്തെ അനുമതി നൽകിയിരുന്നു. ലോകത്തെ നടുക്കിയ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്നിട്ട് ഇന്ന് 21 വർഷം. 2001 സെപ്റ്റംബർ 11-നായിരുന്നു 3000-ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണം നടന്നത്. ജെറ്റ് വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്ത് അൽഖ്വയ്ദ ഭീകരർ അമേരിക്കയിൽ പലയിടത്തായി കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. 2 വിമാനങ്ങൾ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിലേക്കും ഒരെണ്ണം പെന്റഗൺ ബിൽഡിംഗിലേക്കും മറ്റൊരെണ്ണം പെൻസിൽവാനിയയിലേക്കും തകർന്നു വീണു. ഫോർട്ട് കൊച്ചിയിൽ മത്സ്യത്തൊഴിലാളിക്ക് വെടിയുണ്ടേറ്റത് സംഭവത്തിൽ ആവശ്യമെങ്കിൽ നാവിക പരിശീലന കേന്ദ്രത്തിൽ വീണ്ടും പരിശോധന നടത്തും. നേവിയുടെ വാദങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാതെയാണ് പോലീസിന്റെ നീക്കം. വെടിയുണ്ട തങ്ങളുടേതല്ലെന്നും സംഭവത്തിൽ സേനയ്ക്ക് പങ്കില്ലെന്നും നാവികസേന ആവർത്തിച്ചു പറയുമ്പോഴും ഇത് പൂർണ്ണമായും പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ആവശ്യമെങ്കിൽ പരിശോധന നടത്തണം എന്ന് തന്നെയാണ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശം. ബാലിസ്റ്റിക് വിദഗ്ധരുൾപ്പെടുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനാ റിപ്പോർട്ട് പഠിച്ച ശേഷമായിരിക്കും തുടർ നീക്കം. INS ദ്രോണാചാര്യയിലെ ഫയറിംഗ് പരിശീലനത്തിനിടെയാണ് മത്സ്യത്തൊഴിലാളിക്ക് വെടിയേറ്റതെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ തോക്കുകളും പരിശീലനവുമായി ബന്ധപ്പെട്ട രേഖകളും പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നലെ പരിശോധന നടന്നത്. അതേസമയം നേവി ഇതേ നിലപാട് തുടർന്നാൽ അത് അവരെ തന്നെയായിരിക്കും കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുക. നാവികസേനയുടെ മുഴുവൻ സമയ നിരീക്ഷണത്തിലുള്ള പ്രദേശമാണിത്. ഇവിടെ നിന്നുള്ള ഏതൊരു നീക്കത്തിനും സേനയ്ക്ക് കൂടി ഉത്തരവാദിത്തമുണ്ടെന്ന് പോലീസും ചൂണ്ടിക്കാണിക്കുന്നു. സേനയുടേതല്ല വെടിയുണ്ടെങ്കിൽ ആരുടെ തോക്കിൽ നിന്നാണ് തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ വെടി ഉയർന്നതെന്ന ഗുരുതരമായ ചോദ്യവും അവശേഷിക്കുകയാണ്. അതിനുത്തരം കണ്ടെത്തേണ്ട ബാധ്യത നാവികസേനയ്ക്കുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. സ്പോർട്സ്. സാഹസിക വിനോദസഞ്ചാരികൾക്കായി ഇടുക്കി ശ്രീനാരായണപുരത്ത് സിപ്പ് ലൈൻ നിർമ്മിച്ച DTPC മുതലപ്പുഴയാറിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്.
പ്രകൃതി മനോഹാരിത കൊണ്ട് ശ്രദ്ധേയമായ ഇടുക്കിയിലെ കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നവർക്ക് വേറിട്ട അനുഭവം നൽകുകയാണ് ശ്രീനാരായണപുരത്തെ സിപ്പ് ലൈൻ. സാഹസികതയ്ക്കൊപ്പം വെള്ളച്ചാട്ടത്തിൻ്റെയും മുതിരപ്പുഴയാറിൻ്റെയും ആകാശക്കാഴ്ച ആസ്വദിക്കാം. ഒപ്പം പാറകളിൽ തട്ടി ചിന്നിച്ചിതറുന്ന ജലഗണികകളുടെ കുളിരും. വളരെ നല്ലതായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിരുന്നു. അതിൻ്റെ ആ സ്പീഡും ആ മേളിൽ നിന്നുള്ള വ്യൂവും അതെല്ലാം വളരെ നല്ലതായിരുന്നു. പിന്നെ ഇവിടെ വാട്ടർഫോള് വളരെ നല്ലതാണ്. നമുക്ക് ആ വാട്ടർഫോളിൻ്റെ താഴെ വരെ ചെല്ലാൻ പറ്റുന്നത് ഒരു പുതിയൊരു ഇതായിട്ട് തോന്നിയത്. 250 മീറ്റർ ദൈർഘ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സിപ്പ് ലൈനുകളിലൂടെ ഒരേ സമയം 2 പേർക്ക് സാഹസികത ആസ്വദിക്കാം. 500 കിലോഗ്രാം വരെ ഭാരം താങ്ങാവുന്ന 2 റോപ്പ് ലൈനുകളാണ് പുഴയ്ക്ക് കുറുകെ സ്ഥാപിച്ചിരിക്കുന്നത്. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. DTPCയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം വന്നതിന് ശേഷം വിനോദ അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളാണ് ഇതിലിപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് വളരെ ആസ്വാദ്യകരമായി ഇതിനെ അനുഭവപ്പെടുന്നുണ്ട്. ധാരാളമായിട്ട് ഇപ്പോൾ എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ കാണാൻ ധാരാളം ആളുകൾ ഇതിനു വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇനിയും ശ്രീനാരായണപുരത്ത് ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസുകൾക്കെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന വിനോദമായതിനാൽ നിരവധി പേരാണ് സിപ്പ് ലൈൻ യാത്രയ്ക്കായി ഇവിടെ എത്തുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് DTPC. ന്യൂസ് 18 ഇടുക്കി. ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.